ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ദിവസവും 1 മണിക്കൂർ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ക്ലീനിങ് ടിപ്സ് ആണ് കേട്ടോ ഇന്നത്തെ വീട്ടിൽ പറയുന്നത്. പിന്നെ നമ്മുടെ ചാനൽ റീസെന്റ് ആയിട്ട് കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ഒക്കെ വരുന്നത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:30 പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദേവികയാണ് എനിക്ക് ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീക്ക്ലി 3 വീഡിയോ ആണല്ലോ ഇടുന്നത്. അപ്പം മൺഡേ മോർണിംഗ് റുട്ടീനും വെനസ്ഡേ ഈവനിങ് റുട്ടീനും ഫ്രൈഡേ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉറപ്പായിട്ടും എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അങ്ങനെ ഞാൻ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓൾറെഡി ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചേക്കുന്നത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പാറ്റേണിൽ എന്തായാലും വീഡിയോസ് ഇടാമേ. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു സജഷൻ പറഞ്ഞതിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കണമെങ്കിലോ ബർത്ത്ഡേ വിഷസ് പറയാനോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. നമ്മുടെ കുറേ വീഡിയോസ് അങ്ങനെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ വീണ്ടും വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കട്ടോ. ഒരാൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. എൻ്റെ സ്വന്തം നാട് തിരുവനന്തപുരത്താണ്. അപ്പം അതിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാൾ. അപ്പം അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് എല്ലാം ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആമി രാവിലെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഞാൻ ഇതുപോലെ ഡെയിലി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഡെയിലി നമ്മുടെ വീട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് തട്ടിക്കുടഞ്ഞ് പൊടിയൊക്കെ തട്ടി എടുത്താൽ തന്നെ വീട് നല്ല നീറ്റ് ആയിട്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ആരും പെട്ടെന്നൊക്കെ പറയാതെ കയറി വരുവാണെങ്കിലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ ഡെയിലി ചെയ്തില്ലെങ്കിലും ഒരു ദിവസം നമ്മൾ വിട്ടുപോയാൽ എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ പോലും തലേ ദിവസം നമ്മൾ ഇങ്ങനെ ഒന്ന് ഒതുക്കി സെറ്റാക്കി നീറ്റാക്കി ഇട്ടേക്കുന്നത് വൃത്തിയായിട്ട് കിടന്നോളും കേട്ടോ. പിന്നെ തീരെ കുഞ്ഞു മക്കളുള്ള വീട്ടിലാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കാരണം നമ്മൾ എടുത്തെടുത്ത് സാധനങ്ങൾ വെക്കുന്ന പോലെ കുട്ടികൾ അത് ചെയ്യണമെന്നില്ല, അനുസരിക്കില്ല. അപ്പം അങ്ങനെയുള്ള വീട്ടമ്മമാർ ഒരിക്കലും ക്ഷമിക്കേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രെസ് എടുക്കുകയും ചെയ്യേണ്ട. എന്നാലും മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ മക്കളും ഫോളോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നത്, കുഞ്ഞു മക്കളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം, വലിയ ആളുകൾക്കാണ് മനസ്സിലാവാത്തതെന്ന്. അപ്പോൾ ഒരുപാട് വീട്ടിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കേട്ടോ. അതായത് വലിയ ആൾക്കാരാണ് ഇതൊന്നും പറഞ്ഞ് കേൾക്കാത്തത്. നമ്മൾ ഒതുക്കി അടുക്കി പെറുക്കി വെക്കുന്നതിനെ വലിച്ചു വാരി ഇടുന്ന മുതിർന്ന ആളുകൾ നമുക്കൊപ്പം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവരോടൊക്കെ നമുക്ക് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാലും നമ്മളിരിക്കുന്ന സ്ഥലം നമ്മൾ മാക്സിമം വൃത്തിയായിട്ട് കൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കേട്ടാ. നമ്മൾ എപ്പോഴും വീട് ഇങ്ങനെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് അഴുക്കും പൊടിയും ഒന്നും ഇല്ലാതൊന്നും സൂക്ഷിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. കാരണം ആളുകൾ പെരുമാറുന്ന ഒരു സ്ഥലമാണ് വീടെന്ന് പറയുന്നത് അല്ലേ? അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ഇങ്ങനെ മെസ്സിയായിട്ട് കിടക്കുന്ന ഒരു ഇതുണ്ടാവാം. എടുത്ത സാധനം എടുത്ത് വെക്കാത്ത കാര്യങ്ങൾ ശീലങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനായിട്ട് ശ്രമിക്കാട്ടോ. അല്ലാതെ വേറെ വഴക്കിനും ബഹളത്തിനൊന്നും പോയിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് കുർത്തീസ് കളക്ഷൻസ്, അതായത് ജീൻസിൻ്റെ കൂടെ ഇടുന്ന കുർത്തീസും എൻ്റെ ജീൻസ് കളക്ഷൻസും കൂടി ഒന്ന് കാണിക്കാൻ. അപ്പോൾ ഈ ഒരു വൈറ്റ് ടോപ്പ് കണ്ടോ, ഇത് ഞാൻ ഈസി ബൈന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് കുറച്ച് തിക്നെസ് കുറവാണ്. അതിൻ്റെ കൈയിൻ്റെ ഒരു പോർഷനിൽ കുറച്ച് അഴുക്കായിട്ടുണ്ട്. അത് എന്ത് ചെയ്തിട്ടും പോകുന്നില്ല കേട്ടോ. ഇനി അത് ഡ്രൈ ക്ലീൻ ചെയ്യാനായിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് അറിയാമെങ്കിൽ വൈറ്റ് ക്ലോത്ത് ക്ലീൻ ചെയ്യാനുള്ളൊരു ടിപ്പ് പറഞ്ഞേക്കാം കേട്ടോ, മറക്കരുത് കമൻറ്റ് ബോക്സിൽ. അപ്പം ഞാനാണെങ്കിൽ ആ ഒരു ടോപ്പ് അത് അഴുക്കായതിന് ശേഷം ഇപ്പോൾ ഇടുന്നേ ഇല്ല കേട്ടോ. അത് നല്ല തിക്നെസ് കുറവാണ്. ഇന്നറൊക്കെ ഇട്ടിട്ടാലേ കൊള്ളാവും. പിന്നെ ഈ ഒരു ടോപ്പ് കണ്ട്, ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഇത് ഞാൻ ലൈഫ് സ്റ്റൈലിൽ എടുത്തതാണ്. എൻ്റെത് കൂടുതലും 3/4 സ്ലീവ്സ് വരുന്ന ടോപ്പുകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് പ്യുവർ കോട്ടൺ ആണ്. അത്യാവശ്യം നല്ല തുണിയാണ്, നല്ല കോട്ടൺ തുണിയാണ്. അതും കുറച്ച് തിക്നെസ് കുറവാണ്, എന്നാലും നല്ല ഭംഗിയായിട്ട് കിടന്നോളും. പിന്നെ ഈ ഒരു റെഡ് കളർ ഉണ്ട്, ഇത് ഞാൻ ഇട്ടേക്കുന്നതിനായിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടോപ്പാണ്, ഇത് ഇവിടെ നിന്നാണ് എടുത്തത്. ഞങ്ങൾ ഒരിക്കൽ ഇങ്ങനെ റാൻഡം ആയിട്ട് ഷോപ്പിങ്ങിന് പോയപ്പോൾ ട്രെൻഡ്സിൽ നിന്ന് എടുത്താണ് കേട്ടോ. ഇവിടുത്തെ ഫീനിക്സ് മാളിൽ കയറിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ സ്ലീവും നല്ല ഭംഗിയാണ്. താഴത്തെ കുറച്ച് പോർഷൻ കഴിയുമ്പോഴേക്കും
ടോപ്പും ഇതുപോലൊന്ന് ഫ്ലെയർ പോലത്തെ പ്ലീറ്റ്സ് ഉള്ളൊരു മോഡലാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരുപാട് സ്ലീവ് ലെങ്ത് ഉള്ള ടോപ്പ് എനിക്ക് ഇഷ്ടമില്ല. ഒരു കൈമുട്ടിന് താഴോട്ടൊക്കെ നിൽക്കുന്ന അത്രയൊക്കെയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അത്രയും സ്ലീവ്സ് ഉള്ള ഡ്രസ്സുകളാണ് ഞാൻ കൂടുതലും എടുക്കാറുള്ളൂ. പിന്നെ ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു ടോപ്പ് കണ്ടോ, ഇത് ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് പ്യുവർ കോട്ടൺ ആണ്. ഞാനിത് കഴുകിയതിന് ശേഷമാണ് ഇപ്പൊ കാണിക്കുന്നത്. കഴുകിയതിന് ശേഷം ഞാൻ പിന്നീട് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതും പ്യുവർ കോട്ടൺ ആണ്. പിന്നെ താഴത്തെ പോർഷനിൽ കണ്ട ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്ലീവ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം സ്ലീവിന്റെ ഹാഫ് പോർഷൻ വന്നിട്ട് ഇതുപോലെ പ്രില്ല് വന്നിട്ട് ഒന്ന് താഴോട്ടും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലേസും വെച്ചിട്ടുണ്ട്, വൈറ്റ് കളർ ലേസ്. പിന്നെ ഇതിന്റെ ഒരു യോക്ക് പോർഷൻ ഒക്കെ കാണാനും നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും എക്സൽ ആണ് എടുക്കുന്നത് നമ്മുടെ മീഷോയിൽ നിന്നുള്ള ടോപ്സ് ഒക്കെ. പക്ഷേ എനിക്ക് ഇത് എൽ സൈസ് മതിയായിരുന്നേ. കാരണം എനിക്കിത് നല്ല വലുതാണ്. ഞാനിതിപ്പോൾ ആൾട്ടർ ചെയ്തിട്ടില്ല. എന്തായാലും ഇനി സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം വീണ്ടും ഇടാനായിട്ട്. പിന്നെ ഈ ഒരു ടോപ്പ് കണ്ടോ, ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എടുത്താണ്. ഇതിന്റെ കളറ് ഒരു വൈൻ കളറും ബ്ലൂ കളറും എൻ്റെ ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ റെഡ് എനിക്ക് എടുക്കണമെന്ന് തോന്നിയിട്ട് അങ്ങനെ എടുത്താണ്. ഇത് മീഷോയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. എക്സൽ തന്നെയാണ് ഇതിന്റെ സൈസ്. പക്ഷേ ഇതിന്റെ കഴുത്ത് കുറച്ച് ലെങ്ത് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. താഴോട്ട് ആ ഒരു ഓപ്പൺ ചെയ്തിരിക്കുന്ന പോർഷൻ കണ്ട, അതൊന്ന് ജസ്റ്റ് ഒന്ന് ചേർത്ത് അടിച്ചാൽ മതി. പിന്നെ നമുക്ക് നല്ല കംഫർട്ട് ആയിരിക്കും. സമ്മർ വിയറിന് പറ്റിയതാണ്. പ്യുവർ കോട്ടൺ ആണ്. ഞാൻ ഇതിന്റെയൊക്കെ ലിങ്ക് എന്തായാലും കൊടുത്തേക്കാം. ഈ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള ടോപ്പൊക്കെ 400 രൂപയ്ക്ക് താഴെ വന്നിട്ടുള്ള കേട്ടോ. 300, 350 ആ ഒരു റേഞ്ചിന് വന്നിരിക്കുന്ന ടോപ്പുകളാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ലിങ്ക് ഉള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നേരത്തെ കാണിച്ച ആ ഒരു റെഡിന്റെ വൈൻ കളറാണിത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓൾറെഡി ഞാൻ അൺബോക്സിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതൊക്കെ എടുത്ത സമയത്ത് ആദ്യം തന്നെ കഴുകിയിട്ടാണ് ഇട്ടത്. ഒരു തവണ ഫസ്റ്റ് ഞാനൊന്ന് വാഷ് ചെയ്ത് നോക്കാം. അപ്പം ഈ മീഷോന്ന് എടുത്തിട്ടുള്ള എല്ലാ ടോപ്പുകളും ചെറുതായിട്ടൊന്ന് കളർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 വാഷിൽ കളർ പോയി. പക്ഷെ എന്നാലും കളർ അധികം അങ്ങനെ ഫെയ്ഡ് ഒന്നും ആവുന്നില്ല. പിന്നെ ഈ കോട്ടൺ തുണികളായതുകൊണ്ട് തന്നെ കളർ കുറച്ചൊന്ന് പോകാറുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ സ്പ്രെഡ് ആയിട്ടൊന്നും പോയിട്ടൊന്നും ഇല്ല കേട്ടോ. അതായത് ഈ വൈറ്റ് കളർ പോർഷനിലൊന്നും ആ കളറൊന്നും സ്പ്രെഡ് ആയിട്ട് പോയിട്ടില്ല. ഈ വൈൻ കളറിലുള്ള ഡ്രസ്സ് കോളർ കുർത്തിയാണ്. പിന്നെ ഈ ഒരു ബ്ലൂ കളർ ഉണ്ടോ, ഈ ബ്ലൂ കളറും നേരത്തെ കാണിച്ച വൈൻ കളറും ആദ്യം കാണിച്ച റെഡ് കളർ, ഇത് മൂന്നും ഒരേ ഡിസൈനിൽ തന്നെ വരുന്ന ഡിഫറെന്റ് കളറാണെന്നേ ഉള്ളൂ. ഇതും പ്യുവർ കോട്ടൺ ആണ്. ഞാനിതൊക്കെ 2-3 തവണ ഇട്ട് അതിന് ശേഷമാണ് ഇപ്പൊ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ കുറച്ചൊന്ന് തുണിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ ഇടുന്നതിനനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. പിന്നെ അയൺ ചെയ്തിട്ട് ഇട്ടാൽ കുറച്ചും കൂടി നല്ല സ്റ്റിഫായിട്ട് നിന്നോളും. പിന്നെ ഈ ഒരു ബ്ലൂ കളർ ടോപ്പ് കണ്ടോ, ഇതാണെങ്കിൽ വീനക്കാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ട് ആ ഒരു കഴുത്തിന്റെ പോർഷനിൽ വൈറ്റ് കളർ ലേസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ആ യോക്ക് പോർഷൻ ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ എൻ്റെ ഇരിക്കുന്ന മിക്കവാറും എല്ലാ ടോപ്പുകളും യോക്ക് പോർഷനിൽ പ്ലീറ്റ്സ് വരുന്ന മോഡലാണ്. അതാകുമ്പോൾ നമുക്ക് വയറുണ്ടെങ്കിലും വൃത്തിയോട് കാണത്തില്ല. പിന്നെ ഈ ഒരു പർപ്പിൾ കളർ ടോപ്പ് കണ്ടോ, ബ്രിഞ്ചാൾ കളർ, ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഞാനിവിടെ ശരവണ സ്റ്റോറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊക്കെ പെയർ ചെയ്തേക്കുന്നത് ഒരേ ഒരു പലാസോ പാന്റിന്റെ കൂടെയാണ്. ജീൻസിന്റെ കൂടെ ഇടാം, മോംഫിറ്റിന്റെ കൂടെ ഇടാം, വൈഡ് ലെഗ് ജീൻസിന്റെ കൂടെയൊക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പാന്റ് വെച്ചിട്ടാണ് പെയർ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും ടോപ്പുകളാണ് എൻ്റെ ഉള്ളത്. പിന്നെ എൻ്റെ ജീൻസ് കളക്ഷൻസ് കാണിച്ചു തരാം. ഞാൻ എപ്പോഴും 32 ആണ് എടുക്കുന്നത്. അതാണ് എൻ്റെ സൈസ്. എനിക്ക് ഓൺലൈനിൽ നിന്നുള്ള ജീൻസ് ഒട്ടും ശരിയാവത്തില്ല. ഞാൻ അങ്ങനെ ഒരു തവണ എടുത്തപ്പോൾ സൈസ് ഫിറ്റ് ആവാത്തതുകൊണ്ട് തിരികെ കൊടുക്കുകയാണ് ചെയ്തത്, റിട്ടേൺ ചെയ്തേ. അപ്പോൾ ഇത് ഞാൻ സുഡിയോയിൽ നിന്ന് ആദ്യമായിട്ട് എടുത്തിട്ടുള്ള എൻ്റെ ജീൻസ് ആണ്. ഇത് 30 സൈസിൽ വരുന്ന സ്കിൻ ഫിറ്റ് ആണ്. അത് എനിക്ക് അന്ന് എടുത്തപ്പോൾ കറക്റ്റ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ചൊന്ന് ടൈറ്റ് ആണ്. പക്ഷെ എന്നാലും ഇടാനൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ ബെൽറ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് ബെൽറ്റ് ഇടാതെ തന്നെ ഈ പാൻസ് ഒക്കെ കറക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഈസി ബൈയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു മോം ജീൻസ് ആണ്. മോം ജീൻസ് ആവുമ്പോൾ നമുക്ക് നല്ല കംഫർട്ട് ആയിരിക്കും. താഴോട്ട് അങ്ങനെ സ്കിൻ ഫിറ്റ് പോലെ ഇങ്ങനെ ചേർന്നൊന്നും കിടക്കത്തില്ല. നമുക്ക് എന്താണ് കുറച്ച് വയറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടന്നോളും കേട്ടോ. അപ്പോൾ അതാണ് മോം ഫിറ്റിന്റെ പ്രത്യേകത. അപ്പോൾ അതും കൂടി ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ഏകദേശം 700 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇത് ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇതും ഈസി ബൈയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. നമുക്കിവിടെ VR മാളിൽ പോയി കഴിഞ്ഞാൽ സ്പാറിന്റെ കൂടെ തന്നെ ഈസി ബൈ ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. ഈ ഒരു പലാസോ പാന്റ് വന്നിട്ട് ഞാൻ എടുത്തപ്പോൾ 600 ആണ് ആയത്. പിന്നെ ഒരു ബ്ലാക്ക് കളർ ജീൻസ് ഉണ്ട്, ഇത് 32 സൈസ് ആണ്. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഫസ്റ്റ് കാണിച്ച ഒരു ബ്ലൂ ജീൻസിന്റെ കൂടെ എടുത്തതാണ്. ഇത് എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ്, ഇപ്പോഴും കറക്റ്റ് ഫിറ്റ് ആണ്. ഞാൻ ആദ്യം കാണിച്ച ഒരു സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ബ്ലൂ ജീൻസ് കാണിച്ചില്ലേ 30 സൈസിലുള്ള, അപ്പൊ അതിന്റെ കൂടെ തന്നെ എടുത്തിട്ടുള്ള ബ്ലാക്കിന്റെ സ്കിൻ ഫിറ്റ് ആണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അന്ന് ഞാനിത് 32 സൈസ് എടുത്തു. ഇത് ഞാൻ അൺലിമിറ്റഡ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, ബട്ടൺ വരുന്നൊരു പോർഷൻ അത്ര അങ്ങോട്ടൊരു നീറ്റ്നെസ് ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് ഇടാനൊക്കെ പറ്റുന്നുണ്ട്. ഇതും 32 സൈസാണ്, സ്കിൻ ഫിറ്റ് ആണ്. നല്ല ഡാർക്ക് നേവി ബ്ലൂ
കളറാണ് കേട്ടോ. ഞാൻ കൂടുതലും ആ ഒരു റെഡ് കളർ ടോപ്പ് കാണിച്ചില്ലേ ട്രെൻഡ്സിൽ നിന്ന് എടുത്തത്, അതിന്റെ കൂടെയാണ് കൂടുതലും വിയർ ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ, ഒരു ഡാർക്ക് ബ്ലൂവും റെഡ് കോമ്പിനേഷനൊക്കെ. ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ നിലവിലുള്ളതിൽ എൻ്റെ ഇപ്പോഴത്തെ സൈസിന് വരുന്ന സ്കിൻ ഫിറ്റ് പാൻറ്റിൽ ഈ ഒരു ജീൻസാണ് എനിക്ക് കറക്റ്റ് സൈസ്. പിന്നെ ഈ ഒരു ജീൻസ് കണ്ടോ, ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരിക്കൽ മാക്സിൽ പോയപ്പോൾ എടുത്തത് 32 സൈസ് തന്നെയാണ്. ഇത് ജെഗിങ്സിന്റെ കൂടെ ഇരുന്നതാണ് കേട്ടോ. പക്ഷേ ഇതെനിക്ക് തീരെ അങ്ങോട്ട് ഒട്ടും കംഫർട്ട് അല്ല. ചില ജീൻസൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ താഴത്തെ പോർഷൻ വന്നിട്ട് ഒന്ന് ലൂസായിട്ട് കിടക്കും അല്ലേ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ അധികം ഇടാറില്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ ഇടാറുണ്ട്. ഇതും മാക്സിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഒരു ജെഗിങ്സ് തന്നെയാണ് കേട്ടോ. ഇതെനിക്ക് തീരെ ഒട്ടും കംഫർട്ട് അല്ല. മേലത്തെ പോർഷനൊക്കെ ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് കിടക്കും. അപ്പോൾ പല ബ്രാൻഡിലും പല രീതിയിലാണ് നമ്മുടെ സൈസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ജീൻസ് എടുത്താൽ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് എടുക്കാറുള്ളൂ. അപ്പം ഇത്രയാണ് കേട്ടോ എൻ്റെ ജീൻസും പലാസോ പാൻറ്റിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തുണികളാവുമ്പോഴേക്കും ഇതിൻ്റെ കളക്ഷൻസ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയും ടോപ്പുകളും ജീൻസുകളാണ് എൻ്റെ ഉള്ളത്. ഞാനങ്ങനെ ജീൻസും ടോപ്പൊന്നും ഇടുന്ന ആളെ അല്ല, പക്ഷേ എന്തോ ഇപ്പോൾ ഇട്ട് തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നി. അങ്ങനെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഇതൊക്കെ ഇടാനായിട്ട് തുടങ്ങിയത് കേട്ടോ. കൂടുതലും ഞാൻ കുർത്തീസാണ് ഇട്ടുകൊണ്ടിരുന്നത് മുന്നേയൊക്കെ. പക്ഷേ ഇപ്പോൾ ഇത് ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി. ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല കംഫർട്ടാണ്. അപ്പോൾ ഇത് എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് വാർഡ്രോബൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എല്ലാ സാധനങ്ങളും എല്ലാ തുണികളും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ബുക്ക് ഷെൽഫിൻ്റെ എവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം 1 മണിക്കൂർ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുമെന്ന് പറഞ്ഞല്ലോ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ലേറ്റായി. 1 മണിക്കൂർ എന്നുള്ളത് 2-2.5 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ക്യാമറ പല ആംഗിളിൽ വെച്ച് ഓരോ സ്ഥലത്തുനിന്ന് വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈം നമുക്ക് എടുക്കാറുണ്ട് സാധാരണത്തിലേക്കാളും. ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസവും 1 മണിക്കൂർ വീടിൻ്റെ 2-3 പോർഷൻ ഒന്ന് സെലക്ട് ചെയ്യും. ആ ഭാഗം ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പോർഷനും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് ഓരോ ദിവസമായിട്ട് വീക്ക് ഡേയ്സിലാണ് എനിക്ക് പറ്റുള്ളൂ. ആമി സ്കൂളിൽ പോകുന്ന സമയം നോക്കിയിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ വീക്ക് ആകുമ്പോഴേക്കും വേറെ ഏതെങ്കിലും പോർഷൻസ് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇതിങ്ങനെ നമ്മുടെ റുട്ടീൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എപ്പോഴും വീട് നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. നമുക്ക് വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ വീട്ടമ്മമാരായ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന കുറച്ച് പോർഷൻസ് കാണുമല്ലോ വീട്ടിൽ. നമ്മുടെ ഈ ഒരു ബുക്ക് ഷെൽഫൊക്കെ അങ്ങനെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കുള്ളൂ ക്ലീൻ ചെയ്യുന്നത് അല്ലേ. പക്ഷേ ആഴ്ചയിൽ 1 തവണയെങ്കിലും 1 മണിക്കൂർ ഒന്ന് സമയം കണ്ടുപിടിച്ച് ഇതിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എപ്പോഴും നല്ല നീറ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റുമേ. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് നമ്മൾ ഈ TV-യുടെ ആ ഒരു ഇടയിലുള്ള പോർഷൻ, പിന്നെ വയേഴ്സൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുന്ന പോർഷൻ, പിന്നെ അതുപോലെ തന്നെ അലമാരയുടെ ഒക്കെ അടിഭാഗത്തുള്ള പോർഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും വിട്ടുപോകല്ലേ. നമ്മൾ എപ്പോഴും അടിച്ചു വാരുകയും തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഇങ്ങനെ ഈ ഇടയിലോട്ടുള്ള പോർഷൻസ് നമ്മൾ അധികം അങ്ങനെ കൈ വെക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഉൾപ്പെടുത്താറുണ്ട്. ഈ ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്കിതൊരു തെറാപ്പി പോലെ തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് റിലാക്സ്ഡ് ആവും. പിന്നെ എന്തെങ്കിലുമൊക്കെ വിഷമം ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് ക്ലീനിങ് ആണ് ചെയ്യുന്നത് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ വിഷമം വരുമോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ആ ഒരു ടൈം കൂടി ഞാനിങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് എടുക്കാനായിട്ട് നോക്കാറുണ്ട്. പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് നോക്കി കാണാനും ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് ഈ ഒരു ഇൻഡോർ പ്ലാന്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് കുറേ വർഷങ്ങളായി എൻ്റെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഫിൽറ്റർ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ക്യാൻ വാട്ടർ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇല അഴുകി പോകുന്നുണ്ട്. ഇവിടെ തന്നെ ഇവിടുത്തെ കോർപ്പറേഷൻ വാട്ടർ എടുക്കാനായിട്ട് പറ്റത്തില്ല, കാരണം ക്ലോറിൻ വാട്ടറാണ്. നമ്മുടെ ബോർവെല്ലിലെ വാട്ടർ ആണെങ്കിൽ ഹാർഡ് വാട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിൽറ്റർ വാട്ടറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇടയിൽ ഞാൻ TV ഷെൽഫിൻ്റെ അവിടെ വിരിച്ചിരുന്ന ഒരു തുണി ഉണ്ടായിരുന്നു, അത് സോഫ കവറാണ്. ഞാനത് മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പക്ഷെ അതേ കവറിന്റെ സോഫ കവറിന്റെ ഒരു പോർഷനാണ് ഞാൻ നമ്മുടെ ഡൈനിങ് ടേബിളിലും വിരിച്ചേക്കുന്നത്. 2 പീസായിട്ടുള്ളതാണ് ഞാൻ മേടിച്ചിരുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇതുപോലെ ഡൈനിങ് ടേബിളിലും ഒരു TV-യുടെ അവിടെ ഇടാമെന്നേ. അപ്പോൾ
രണ്ടും നല്ലൊരു ലുക്കായിരിക്കും, വീടിന് നല്ലൊരു ആസ്തറ്റിക് ലുക്കൊക്കെ തരുന്ന നല്ലൊരു സോഫ കവറാണ് കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അത്. പിന്നെ അതേ നമ്മുടെ ബുക്ക് ഷെൽഫിന്റെ അടിഭാഗത്ത് ഞാൻ നല്ലോണം ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നീട് ഞാനത് ഡസ്റ്റിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ബുക്സ് ഒക്കെ അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ബുക്സ് എല്ലാം ഒന്ന് തുടച്ചൊക്കെ എടുത്തു. പക്ഷെ എന്നാലും എന്തേ കണ്ടില്ലേ, ഡസ്റ്റ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുവാണ്. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു തവണ എല്ലാം ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്തെടുത്ത് മോപ്പും കൂടെ ചെയ്തിട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ ഒരു എൻട്രൻസ് പോർഷനിൽ കുറച്ച് സാധനങ്ങൾ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഹസ്ബൻഡിൻ്റെ പെർഫ്യൂമാണ്, ബെല്ല വിറ്റയുടെ പെർഫ്യൂമാണ്, റീസെൻ്റ് ആയിട്ട് മേടിച്ചതാണ്. പിന്നെ ഒരു ചെറിയൊരു ബോക്സിനകത്ത് ഹസ്ബൻഡ് യൂസ് ചെയ്യുന്ന ഒരു ചീപ്പ് സ്പെക്സ് അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് എടുക്കാനുള്ള ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. എനിക്ക് അങ്ങനെ അവിടെ ഒന്നും വെക്കുന്നത് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും പുള്ളിയുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് അവിടെ തന്നെ വെക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുന്നതാണ്. അങ്ങനെ ദേ നമ്മൾ നേരെ വന്നിട്ട് ഷോക്കേസ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോക്കേസിലാണെങ്കിൽ നല്ലോണം ഡസ്റ്റ് ഉണ്ട്. അതിങ്ങനെ എത്ര നമ്മൾ ക്ലീൻ ചെയ്തെടുത്താലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡസ്റ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാറുണ്ട്. കാരണം ഇതിൻ്റെ അടിഭാഗത്താണ് നമ്മുടെ ഒരു ഡൈനിങ് ടേബിൾ വരുന്നത്. അപ്പം ആ ഒരു ഡസ്റ്റിൻ്റെ അതെല്ലാം കൂടി ഡൈനിങ് ടേബിളിൽ വീഴും കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അഴുക്കൊക്കെ കൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാറുണ്ട് എപ്പോഴും. അത് ഞാൻ കോളിൻ വെച്ചിട്ട് തന്നെയാണ് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഡൈനിങ് ടേബിളിൽ അധികം കോളിനൊന്നും സ്പ്രേ ചെയ്യാറില്ല. പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും മേലത്തെ പോർഷൻ ക്ലീൻ ചെയ്ത സ്ഥിതിക്ക് താഴെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മുടെ ഡൈനിങ് ടേബിൾ എല്ലാം ക്ലീൻ ചെയ്തു. അങ്ങനെ നമ്മുടെ വീടെല്ലാം കൂടി ഒന്ന് നല്ലോണം തൂത്ത് പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഞാൻ മോപ്പിംഗ് ചെയ്യുള്ളൂ. അത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ലേ. അപ്പോൾ മോപ്പിങ്ങും കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു സംതൃപ്തി വരുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ഇടവിട്ടൊക്കെ ഞാനിങ്ങനെ മോപ്പിംഗ് ചെയ്യാറുണ്ട്. മുന്നേയൊക്കെ ആണെങ്കിൽ ഡെയിലി മോപ്പിംഗ് ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പം അതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് വീട് കിടക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ജീവിതത്തിൽ ക്ഷമ എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല അല്ലേ. എന്തൊക്കെ പ്ലാൻ ചെയ്താലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു സമയത്ത് നടന്നു കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ ലൈഫ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ക്ഷമ നശിക്കും, ദേഷ്യം കൂടും, നമ്മൾ നമ്മളെ തന്നെ സ്വയം പഴിക്കും, നമ്മുടെ സാഹചര്യങ്ങളെ പഴിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ. പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എത്രയൊക്കെ വീഡിയോ ഇട്ടാലും എന്തൊക്കെ ചെയ്താലും അതിനുള്ളൊരു സക്സസ് കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും അല്ലേ. അപ്പോൾ നമ്മുടെ ക്ഷമ അവിടെ നശിച്ചു എന്നാണ് അതിനർത്ഥം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചു, അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് കൺസിസ്റ്റൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ നമുക്ക് ക്ഷമ കാണത്തില്ല. എന്നിട്ട് നമ്മളിങ്ങനെ സാഹചര്യങ്ങളൊക്കെ പഴിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്ഷമ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ട് എല്ലാവരും പാലിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുമോ, എത്രത്തോളം ക്ഷമിച്ച് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ഇടുന്നുവോ അത്രത്തോളം നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്നും നിരന്തരമായിരിക്കും. ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 350 കൂടുതൽ വീഡിയോ ഞാനിപ്പോൾ ലോങ് വീഡിയോ മാത്രം ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അങ്ങനെ അധികം ഷോർട്സ് വീഡിയോ ഇടാറില്ല ഞാൻ. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം കൃത്യമായിട്ട് വീഡിയോസ് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയം തൊട്ടേ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനത് ഒരുപാട് ക്ഷമയോടെ ആ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും എനിക്കെപ്പോഴും കിട്ടാറുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും വീഡിയോ ഒക്കെ ഇട്ടിട്ടും മടുപ്പ് തോന്നുന്നില്ലേ, കാരണം സബ്സ്ക്രൈബേഴ്സും കുറവാണല്ലോ എന്നൊക്കെ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊരു പാഷനായിട്ടാണ് കാണുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യം, എൻ്റെ കടമ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ഈശ്വരനിലാണ് ഞാൻ അർപ്പിച്ചേക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബ് ഒരു എക്സാമ്പിളായിട്ട് എടുത്തതേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരായിരിക്കാം, എന്തെങ്കിലും എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരായിരിക്കാം. നമ്മൾ കുറേ തവണ അത് ട്രൈ ചെയ്ത് പരാജയപ്പെടുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുകയും നമ്മളതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോവല്ലേ. പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള പരിശ്രമത്തിലായിരിക്കും നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ക്ഷമ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. ഒരിക്കലും നമ്മൾ
നമ്മൾ അതിൽ നിന്ന് പുറകിലോട്ട് വലിഞ്ഞ് മാറാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിജയം കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അസൂയപ്പെടുകയും ചെയ്യരുത് കേട്ടോ. ഒരുപാട് പേര് അങ്ങനെ സ്വയം കമ്പയർ ചെയ്യല്ലേ, അവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയല്ലോ, അവരൊക്കെ പെട്ടെന്ന് ഉയരത്തിലെത്തിയല്ലോ, നമ്മുടെ അത്ര പോലും ഹാർഡ് വർക്ക് അവരൊന്നും ഇടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. നമ്മൾ പോലും അറിയാതെ നമ്മളെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിലോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. ഒരിക്കലും നമ്മുടെ കഴിവിനെ മറ്റുള്ളവരുടെ കഴിവായിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണല്ലേ. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരും ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് അവർക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്കും എന്തെങ്കിലും റിസൾട്ട് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഒരിക്കലും മറ്റുള്ളവരുടെ വിജയം കണ്ട് അസൂയപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യാനോ പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം, കടമ, കർത്തവ്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അതിന്റെ വിജയം കിട്ടും എന്നാണ് ഞാൻ ജീവിതത്തിൽ വിശ്വസിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിപ്പോൾ ഞാൻ യൂട്യൂബിന്റെ കാര്യത്തിൽ മാത്രം പറയുന്നതല്ല, എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ക്ഷമ നല്ലോണം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇടയിൽ ഞാനൊരു കാര്യം കൂടി പറയാം. കുറേ നാൾക്ക് മുന്നേ എൻ്റെ അടുത്ത് 1-2 ചേച്ചിമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു പില്ലോ മാറ്റിയിട്ട് പുതിയ പില്ലോ വെക്കണേന്ന്. പഴയ പില്ലോസ് ഒരുപാട് നാളിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ, ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാനാണെങ്കിൽ പുതിയ പില്ലോ ഇങ്ങനെ മേടിച്ചായിരുന്നു കേട്ടോ. ഒരു ചേച്ചി പറഞ്ഞത് ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പൊ വില കുറച്ച് പില്ലോസ് കിട്ടുന്നുണ്ട്. എൻ്റെ ഓൾറെഡി നല്ല പില്ലോസ് ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ ഞാനിതെടുത്ത് യൂസ് ചെയ്യാൻ മടിച്ചിട്ടാണ് മാറ്റി വെച്ചിരുന്നത്. അപ്പം പുതിയ പില്ലോസ് ഞാൻ വെച്ചിട്ടുള്ളത് ഞാൻ ഇന്ന് കാണിച്ചത് കേട്ടോ. ഞാൻ കുറെ ദിവസം മുന്നേ അത് മാറ്റിയായിരുന്നേ. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്കും വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വിളക്ക് വെക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഇങ്ങനെ മുരുകൻ ക്ഷേത്രത്തിൽ പോയ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു പുതിയ സബ്സ്ക്രൈബർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ മുരുക ഭക്തിയാണ്, മുരുകൻ കോവിൽ പോകുന്ന കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നി അങ്ങനെ ഒരു കമന്റ് കണ്ടപ്പോൾ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും വിളക്കൊക്കെ വെച്ചു. പിന്നെ ഞാനാണെങ്കിൽ വിളക്ക് ക്ലീൻ ചെയ്യുന്നത് റീസെന്റ് ആയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു പൗഡർ യൂസ് ചെയ്തിട്ടാണ്. ഞാനൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ ആ ഒരു പൗഡർ വെച്ചിട്ട് ഒന്ന് അഴുക്കാവുന്ന സമയത്ത് ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വിളക്ക് ഇങ്ങനെ കരിന്തിരി കത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ആരും ഇങ്ങനെ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് എത്ര നേരം വിളക്ക് ഇങ്ങനെ വെച്ചേക്കുന്നപ്പം ഞാൻ 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് ഒക്കെയാണ് വിളക്ക് കൊളുത്തി വെക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഒന്ന് തിരി താഴ്ത്തി വെക്കും. തിരി കെടുത്തുന്നത് ഞാൻ എപ്പോഴും പൂവ് വെച്ചിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ സാമ്പ്രാണി തിരിയുടെ ഇത് വെച്ചിട്ട് താഴോട്ട് തിരി താഴ്ത്തി കെടുത്തി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ്സ് ആണ്. പിന്നെ വിളക്കൊക്കെ ഞാൻ എല്ലാ ദിവസവും ഒന്നും ക്ലീൻ ചെയ്യത്തില്ല, പണ്ടത്തെ പോലെ 2-3 ദിവസം കൂടുമ്പോഴാണ് ക്ലീൻ ചെയ്യുള്ളൂ. നമ്മുടെ വിളക്ക് ഇപ്പോൾ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള വിളക്കും കൂടിയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ അഴുക്കൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കൂ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ, മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.